ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 10ാമത്തെ എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള. പലർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങി. ഓക്കെ, നെവിനെ കുറിച്ചിട്ടാണ് അനിമോൾ പറയുന്നത്. അനിമോളുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് വന്ന് കിടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ നേരം ഒരു കിടന്നു തക്കാളിയൊക്കെ വായിക്കടിച്ചിട്ടാണ് ഇരുന്നത്. ഈ ഒരു വ്യക്തി അവിടെ കിടന്നു ഉറങ്ങാൻ പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ നേരം കിടന്ന് ഈ ഒരു വ്യക്തിനെ ബെഡ് മാറ്റി കിടത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഈ കിച്ചൺ റൂമിലേക്ക് ദിശയിൽ വന്ന് കിച്ചൺ ഡ്യൂട്ടി എടുക്കുന്നതിനിടയിൽ ഒരു ഓവൻ തുറന്ന് വെച്ചിട്ട് അതൊരു പ്രശ്നമാക്കി ഈ ഒരു മറ്റേ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള അനീഷ് കുറേ നേരം അവിടെ നിന്ന് ഈ ഒരു ജിഷൈലിനെ കുറേ വ്യക്തിപരമായിട്ട് വിമർശിച്ചു. അതിൽ ആ പണിശരത്ത് ഇടപെട്ടു. പിന്നെ കുറേ പേർക്ക് ഇടപെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഓവൻ അടിച്ചു വെക്കുക, അല്ലെ ഓവൻ അടിച്ചു വെച്ച പ്രശ്നം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ ഗൈസ്. ഇതിന് പ്രശ്നങ്ങൾ സ്ക്രീൻ പ്രൈസ് കിട്ടാൻ വേണ്ടി ഈ ഒരു വ്യക്തി വേണം വെച്ചിട്ട് ഈ ഒരു ജിഷൈലിനെ എടുത്തിട്ട് അലക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ കലാഭവൻ സരികയും ഇതിൽ ഇടപെട്ട് ഈ ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ആക്കി കൊണ്ടുവന്നു. പിന്നെ ഈ ഒരു എന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആഹാരം വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഈ വായു പൊഴിഞ്ഞു തിന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കി ആ ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ആക്കി വെച്ചിട്ടാണ്. ഇങ്ങനെ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കിച്ചൺ ടീമുമായിട്ട് ചെറിയൊരു കശവിശ ഉണ്ടായി. അക്ബറുമായിട്ട് ചെറിയൊരു കശവിശ തെറി വിളിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരു ഒനിയനാണെങ്കിലും ഈ ക്യാപ്റ്റനാണെങ്കിലും ഈ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പരാതിയായിട്ട്. അക്ബറും തമ്മിലാണ് അടുത്ത ഒരു ഷെൻഡ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഷാനവാസാണെങ്കിൽ ഈ കാണാം കൊള്ളാം ഗ്രൂപ്പിസം കളിക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വ്യക്തി ഈ ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തി കാണാം നമ്മൾ ബിഗ് ബോസ് ലാലേട്ടൻ വന്നപ്പോൾ കൊടുത്തതാണ്. അക്ബറിനും ഈ ഒരു വ്യക്തിക്കും നല്ല രീതിക്ക് ഗ്രൂപ്പിസം കളിച്ച് പോകണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടനാണെങ്കിൽ. അപ്പോൾ അടുത്തതായിട്ട് ഇതാക്കിയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഈ ഒരു ബിഗ് ബോസ് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 6 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഈ 6 പേരിൽ 2 പേര് മിഡ് വീക്ക് എവിക്ഷനായിട്ട് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റൂമിലേക്കാണ് ഈ ഒരു എവിക്ഷൻ നടത്തുന്നത്. ഇതൊരു എവിക്ഷൻ അല്ല, റൂമിൽ നിന്ന് നിങ്ങൾ കളി കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പേപ്പറൊക്കെ കിടലായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ജിഷയിലാണ് അടുത്ത പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജിഷയിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ളത് ഈ ജിഷൈലിൻ്റെ ഇഷ്ടപ്രകാരം എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്തു വിട്ട ഡ്രസ്സാണ് എന്നാണ് പറയുന്നത്. 2 ദിവസം കഴിയുമ്പോൾ കീറിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ അവസ്ഥ വരുന്നത്. പിന്നെ അനിമോളും ഈ ഒരു ജിഷൈലും തമ്മിൽ ചെറിയൊരു കശ്മീർ ഉണ്ടായി. അടുത്തത് ജിഷൈലും ഈ ഒരു അനിമോളും ഹൈറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കശപിശ ഉണ്ടാകുന്നത്. ഹൈറ്റ് നീ കുറവാണ്, ഞങ്ങൾക്ക് കൂടുതലാണ്, അത് കയറും എന്നൊക്കെയാണ് ഡ്രസ്സിനെ കുറിച്ചിട്ട് ഈ ഒരു ജിഷയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അനിമോളാണെങ്കിൽ കരഞ്ഞിട്ട് ഓടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അടുത്തത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നെവിൻ എന്തോ മോഷ്ടിച്ച് കുടിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അനീഷിനാണ് കൂടുതലും ഒരു കുറവ് കോയിൻ കിട്ടിയിട്ടുള്ളത്. 3 കോയിനാണ് കിട്ടിയിട്ടുള്ളത്. കലാഭവൻ സരികയ്ക്ക് 14 കോയിൻ ഉണ്ട്. ആ ഒരു വ്യക്തിയാണ് ഫസ്റ്റ്. 1ാമത്തെ പോയിന്റ് നേടിയിട്ടുള്ളത് രേണ ഫാത്തിമ, രേണുസുതി, പിന്നെ ഒനിയൻ സാബു. അടുത്ത ഒരു വീക്ക് 2 വീക്ക് ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. സീക്രട്ട് റൂമിൽ ഇരിക്കേണ്ടി വരും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. കാണിക്കുന്നതെന്ന് രേണുസുതിയും ഒരു ശാരിക ചേച്ചിയും സംസാരിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അക്ബറിന് ക്ഷമാപണം കൊടുക്കണം വേണ്ട എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കില്ല, ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്നാണ് പറയുന്നത് ഈ ശാരിക. ഹാർട്ട് ഷേപ്പിലുള്ള ചപ്പാത്തിയാണ് ഈ അക്ബർ അടുത്ത സീനിൽ കൊടുക്കുന്നത്. ഈ എല്ലാവരും കൺവിൻസ് സ്റ്റാർ എന്നാണ് അക്ബറിനെ പറയുന്നത്. പിന്നെ ഒരു റാണി ചേച്ചിയാണെങ്കിൽ കുലുക്കമില്ലാതെ അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. തിന്നുന്നുണ്ട്
ജസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ആൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. അവരവർ പാത്രങ്ങൾ കഴുകിയിട്ട് എൻ്റെ കയ്യിൽ തരണം എന്നാണ് ഈ ഒരു നെവിൻ പറയുന്നത്. പിന്നെ അപ്പാണി ചേർത്താണെങ്കിൽ സ്വയമായിട്ട് കഴുകുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ കിടന്ന് വാദിക്കുന്നത്. പിന്നെ ഈ ഒരു ചേച്ചിയാണെങ്കിൽ അവിടെ നിന്ന് ഫയറായിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഫയറായിട്ട് കുടിച്ച ചായക്കപ്പ് കഴുകാത്ത നെവിനോട് ഈ ഒരു ഷാനവാസ് ചോദിക്കും, നീ അവിടെയും ഇവിടെയൊക്കെ കപ്പ് വെക്കുന്നു, നീ ആദ്യം നേരെ കഴുകി വെക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്, ഇപ്പം ഞാൻ നോർമലി കഴുകുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെവിനും. എന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുക. 3 പേരാണ് ഈ ഒരു ബിഗ് ബോസിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം വന്ന് നിന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഷാരികയാണ്. മൈക്കേഴ്സിൽ ഷാരികയാണ് പറയുന്നത്. ജീവിത സാഹചര്യത്തിൽ ഞാനൊരു പ്രൊഫഷണലി അച്ഛനെക്കുറിച്ചും ഈ ഒരു വ്യക്തി വളർന്നു വന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രേണുസുധീൻ്റെ കുറച്ചൊന്ന് കളിയാക്കുന്ന മാതിരിയാണ് പോയിട്ടുള്ളത് ചെറുതായിട്ടൊക്കെ. അടുത്ത ഒനിയൻ സാബുവാണ്. സൂപ്പറായിട്ട് കഥ പറഞ്ഞു പോയിട്ടുള്ള ഒനിയൻ സാബുവാണ്. ഒനിയൻ സാബുവിൻ്റെ വളർച്ചയും മറ്റുള്ള കാര്യങ്ങളും ഇമോഷണലി അറ്റാച്ച്മെൻറ്റും എനിക്ക് തോന്നിയിട്ടുള്ള ഒനിയൻ സാബുവാണ് സൂപ്പറായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ ഷാരിക ചേച്ചിയും സൂപ്പറായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ രേണുസുധീൻ്റെ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജീവിത സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും.